ഹലോ, ഇതെവിടെയാണെന്നറിയോ? ഇതെൻ്റെ വീടാട്ടോ, കല്ലിക്കോട്. ഇതാണ് ഈ പഴയ വീടില്ലേ, പഴയകാല വീട്. ഒരു 2 നില 3 നിലയൊക്കെ ഉണ്ടാകില്ലേ വീട്, അങ്ങനത്തെ വീടാട്ടോ ഞങ്ങളുടെ. ഇത് റബ്ബർ വെട്ടിയിട്ട് പിന്നെ തൈ വെച്ചതാട്ടോ. 1 കൊല്ലമായേ. ചെറിയ ഞങ്ങൾ അവിടെ നിന്ന് അവൻ കാട് വെട്ടുന്നുണ്ട്. ഭയങ്കര പുല്ലായിരുന്നു, അപ്പം ഫുള്ള് കാട് വെട്ടലായിരുന്നു ദിവസങ്ങളിലൊക്കെ. പിന്നെ ഞങ്ങളിവിടെ ഇതുണ്ടോ, ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അതാരാന്ന് കാണിച്ചു തരാം കേട്ടോ. ബ്രൂണ ഇതാണ് ബ്രൂണ. അവൻ്റെ മേത്തൊരു മുറിവുണ്ട് കേട്ടോ. അവന് മരുന്നൊക്കെ തേച്ചിട്ടിരിക്കുക. അവന് കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ വീട്, തറവാട് കേട്ടോ. ചെറിയ ആങ്ങളെ നാത്തൂനുമാണ് ഇവിടെ താമസിക്കുന്നത്. ചാച്ചനും അമ്മയും ചെറിയ ആങ്ങളെ നാത്തൂനും ആണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പം ചേച്ചിയുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് എൻ്റെ ചേച്ചിയുടെ മോനാട്ടോ. അവന് ക്യാമറ കൊണ്ടുവന്നപ്പോഴേക്കും അവന് അങ്ങനെ ഇതാ നാത്തൂന്, മോള്, പിള്ളേർ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും എല്ലാവരും ചാടിയും മറിച്ചിലും കളിയൊക്കെ കേട്ടോ. കൊച്ചു പറയാമ്മ ജെസ്സി ആൻറ്റി എപ്പോഴും ഞങ്ങളെ യൂട്യൂബിലിടുമെന്ന് പറയാണ്. അപ്പം മോനും അതിന് സപ്പോർട്ട് പറയാണ്. മമ്മിക്ക് എപ്പോഴും വീഡിയോ പിടിക്കലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടേ. കൊച്ചു പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ മോള് പറയാണ് ചാനലിൽ. അവരും ഹാപ്പി. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിയല്ലേ. പിള്ളേരുകൾ കൂടുമ്പോൾ പറയണം, നമുക്കറിയാലോ. ഒന്നും പറയണ്ട. ഇതാണ് ചേച്ചി കേട്ടോ. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ പൂനെയിലായിരുന്നു. ചേച്ചി സുശേഷ വേലയിലായിരുന്നു കേട്ടോ. ചാച്ചന് സുഖമില്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വന്നതാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ചാച്ചൻ്റെ അമ്മയുടെ റൂമിലേക്ക് സ്വാഗതം. കണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചാച്ചൻ്റെ അമ്മയുടെ റൂം. ചാച്ചനും അമ്മ ഇവിടെ ഇല്ല, ഇവിടെ നിന്നില്ല, ലോകത്തില്ല. ചാച്ചനും അമ്മ മരിച്ചുപോയി. ചാച്ചൻ മരിച്ചിട്ട് 5-8 മാസമായിട്ടോ. അമ്മ മരിച്ചിട്ട് 2-3 കൊല്ലം. അമ്മയ്ക്ക് അറ്റാക്കായിരുന്നു. അമ്മ പെട്ടെന്നാണ് മരിച്ചത്. ചാച്ചന് സ്ട്രോക്കായിരുന്നു കേട്ടോ. ചാച്ചന് 3-4-5 കൊല്ലമായിട്ട് സ്ട്രോക്കായിട്ടിരിക്കുമായിരുന്നു. കിടപ്പല്ലായിരുന്നു, എന്നാലും പെട്ടെന്നൊരു ക്ഷീണം വന്ന് അങ്ങനെ മരിച്ചു കേട്ടോ. ഇത് അമ്മയാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാട്ടോ. ചാച്ചനും അമ്മയ്ക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഞങ്ങളെ വളർത്തിയതും എടുത്തതും എല്ലാം ഇത്രയൊക്കെ ആക്കി. അത് പറഞ്ഞ് വരുമ്പോഴേക്കും വേറെ വിഷമമായി പോകും. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നതാട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറമ്പിലിറങ്ങി. കണ്ടോ, ഞാൻ ഇനിയാണ് എൻ്റെ പറമ്പിക്കട നടക്കുകയാണ്. ഇഷ്ടം പോലെ പൈനാപ്പിളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണല്ലോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിങ്ങനെ പറമ്പിക്കട കയറി ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ അവർ കാണാതെ, അവരൊന്നും നോക്കാനും നേരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഞങ്ങൾ കൊല്ലത്തും ഒക്കെ പോയതായതുകൊണ്ട് പറമ്പിലൊന്നും ഇറങ്ങാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ആങ്ങളെ ഉണ്ടായിരുന്നു ഇവിടെ, എന്നാലും അവനൊന്നും ഇങ്ങനെ ഇറങ്ങിയൊന്നും പൈനാപ്പിൾ പഴുത്തോ നോക്കിയൊന്നും പറിക്കുകയൊന്നുമില്ല കേട്ടോ. അവൾ പറഞ്ഞു അതെല്ലാം നോക്കിയും പറിച്ചും ഒക്കെ എടുക്കുക. നല്ല നല്ല മധുരം കേട്ടോ ഈ പൈനാപ്പിളിന്. നല്ല രസം. നിറച്ചുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിറച്ച് കുഞ്ഞു കുഞ്ഞായി വരുന്നുണ്ട്. ചിലത് പഴുത്ത് വരുന്നു. അങ്ങനെ ഞാനും ആങ്ങളെയും കൂടെ ഞങ്ങൾ രണ്ടും കൂടെ പറമ്പിൽ ഇങ്ങനെ നോക്കാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഈ ആങ്ങളെ പൂനെയിലുള്ള ആങ്ങളെ കേട്ടോ. അവർ ഫാമിലി ആയിട്ട് അവർ സുശേഷ വേലയിലാണ് കേട്ടോ അവർ. അങ്ങനെ ഞങ്ങളിങ്ങനെ പറമ്പ് മുകളിൽ ഈ വഴിക്ക് ഈ കാണുന്ന വാഴ വെച്ചേക്കുന്ന, ഞങ്ങൾ ഫസ്റ്റ് സ്ഥലം മേടിച്ചപ്പോൾ ഈ വാഴ വെച്ചേക്കുന്ന സ്ഥലത്ത് മാത്രമേ റബ്ബർ ഉണ്ടായിരുന്നുള്ളൂ. വാഴയ്ക്ക് താഴെ നിൽക്കുന്നതിൽ ആ തെങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ആണ് ഞങ്ങൾ വഴിക്ക് താഴേക്ക് തൈയൊക്കെ വേറെ തൈ വെച്ചത് കേട്ടോ. പിന്നെ ഇതാ കോഴിക്കൂട്, അങ്ങനെ കോഴി നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പാക്കാനും പിടിച്ച് കുറുക്കനും പിടിച്ചു ഒക്കെ ആയിട്ട് കോഴിയെല്ലാം ഒക്കെ പോയിട്ട് കൊല്ലിയല്ല. ആങ്ങളവൻ കൊല്ലത്തില്ല കോഴിനെ, അവന് കൊല്ലാൻ ഇഷ്ടമില്ല എന്നും പറഞ്ഞു. പിന്നെ അത് കടയിൽ കൊണ്ടുവന്ന് കൊന്ന് ആണ് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അങ്ങനെയൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട്. ഇത് ഞങ്ങൾ സ്ഥലം വീട് മേടിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തതാട്ടോ ഈ ഫ്രണ്ടൊക്കെ. അല്ലാതെ ഉള്ളിലേക്കുള്ള ആ ഒരു സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വാഴക്കൊല മൂത്ത് വെട്ടി വെച്ചേക്കുക. ഇത് പൈനാപ്പിൾ തൈ കേട്ടോ. ഞങ്ങൾ
പൈനാപ്പിൾ പറിച്ചപ്പോൾ കുറച്ച് തയ്യും കൂടെ പപ്പ പറിച്ച് വെച്ച് കാഞ്ഞിരപ്പുഴയിൽ അവിടെ കൊണ്ടു വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. ഇതെന്താണെന്നറിയോ? ദുരിയാൻ. ഇതാണ് ദുരിയാൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടില്ലേ, മണമുള്ള. ആങ്ങളെ വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഭയങ്കര മണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്. എന്തായാലും വേണ്ടില്ല, അതിൻ്റെ ഫ്രൂട്ട് തിന്നണം എന്നൊരാഗ്രഹമാണ്. പഴുത്തിട്ട് തിന്നുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ പൈനാപ്പിൾ, ഇതാണ് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിളിൻ്റെ വിത്താട്ടോ. കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തോട്ടമുണ്ട്. അവർ പൈനാപ്പിളുകാർ വന്ന് സ്ഥലം തോട്ടത്തിൽ പൈനാപ്പിൾ വെക്കില്ലേ, അങ്ങനെ വെക്കുമ്പം അത് ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിന്നുമ്പോൾ കിട്ടുമ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായത് കേട്ടോ. സെയിം അവരെ ഒരു വളവും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് വെറും പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് അന്ന് തന്നെ പൈനാപ്പിൾ കടയിൽ നിന്ന് മേടിച്ച പൈനാപ്പിളും സെയിം അതേ മുഴുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊന്ന് ആ പഴുത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചത് നമ്മൾ കട്ട് ചെയ്ത് തിന്നു നോക്കിയപ്പോൾ എന്നാ മധുരമാണെന്നറിയോ. എന്നാൽ കടയിൽ നിന്ന് മേടിച്ചതിന് മധുരമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ പറമ്പിക്കടെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് സന്തോഷമല്ലേ. എന്തെങ്കിലുമൊക്കെ പരിധി നടക്കും, എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടോ എന്ന് നോക്കിയിട്ട്. അങ്ങനെ പൈനാപ്പിൾ ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ വീട്ടിലേക്ക്. പിന്നെ ഇതാ കണ്ടോ, ഇതാണ് ബീഫ് കറിയും വെച്ചു. അന്ന് രാത്രിയിൽ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്ന് കപ്പയും പുഴുങ്ങി. അട്ടപ്പാടിയിൽ നിന്ന് കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും പുഴുങ്ങി ബീഫ് കറിയും വെച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.